നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. വയനാടിന് നൽകേണ്ട ദുരിതാശ്വാസ സഹായം എത്രയും വേഗം നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ആവശ്യപ്പെട്ടു. പ്രൊവിഡന്റ് ഫണ്ട് പെൻഷൻകാർ പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും നടത്തി. തൃശൂർ കോർപ്പറേഷൻ ഒല്ലൂക്കര സോണൽ ഓഫീസിന് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് CPI മണ്ണുത്തി ലോക്കൽ സമ്മേളനം ആവശ്യപ്പെട്ടു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കരുമത്ര മേഖലാ സമ്മേളനം വിരുപ്പാക്കയിൽ PM പുഷ്പകുമാരി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. വയനാടിന് നൽകേണ്ട ദുരിതാശ്വാസ സഹായം എത്രയും വേഗം നൽകാൻ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കേരളത്തോട് കേന്ദ്രം വിവേചനം കാണിക്കുകയാണെന്നും മന്ത്രി ആവർത്തിച്ചു. കേന്ദ്ര മന്ത്രിതല കമ്മിറ്റിയുടെ വിലയിരുത്തലിന് ശേഷം കൂടുതൽ സഹായങ്ങൾ വയനാടിനായി നൽകുമെന്ന് ഉറപ്പു നൽകിയിരുന്നു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും ഇക്കാര്യം ആവർത്തിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ കേന്ദ്രം വയനാടിനെ അവഗണിക്കുകയാണ്. ത്രിപുരയ്ക്കും സിക്കിമിനും ഹിമാചൽ പ്രദേശിനും ഉൾപ്പെടെ പ്രളയ ദുരിതാശ്വാസമായി വൻ തുകകൾ നൽകിയപ്പോൾ കേരളത്തോട് അവഗണന തുടരുകയാണ്. സംസ്ഥാന സർക്കാർ അനുകൂല തീരുമാനത്തിനായി കാത്തിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. തൃശൂരിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി കെ രാജൻ. എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞാൽ അതൊരു ന്യായമാണോ എന്ന് ഒറ്റനോട്ടത്തിൽ ആളുകൾക്ക് തോന്നും. എന്നാൽ കൊടുക്കുന്നതിൽ വിരോധമില്ല എന്ന ആമുഖത്തോടു കൂടി തന്നെ ഞാൻ പറയട്ടെ, ത്രിപുരയിൽ IMCT ഇൻ്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം കാണാൻ, സംഭവങ്ങൾ പരിശോധിക്കാൻ ലോഞ്ച് ചെയ്ത സമയത്ത് തന്നെ ത്രിപുരയ്ക്ക് ഒരു കേന്ദ്രമന്ത്രിയുടെ സാന്നിധ്യത്തിൽ 40 കോടി രൂപ അഡീഷണൽ അസിസ്റ്റൻസായി പ്രഖ്യാപിച്ചത് അനുഭവങ്ങളിലൂടെ നമ്മൾ കണ്ടു. അപ്പോൾ എന്തേ കേരളം മാത്രം ഒരു കുറ്റം ചെയ്തു? ആവർത്തിക്കുന്നില്ല ഞാൻ. സിക്കിമിന് കിട്ടിയ പണം, ഹിമാചലിന് കിട്ടിയ പണം, കർണാടകയ്ക്ക് കിട്ടിയ പണം, തമിഴ്നാടിന് കിട്ടിയ പണം, ത്രിപുരയ്ക്ക് കിട്ടിയ പണം. കേരളത്തിന് ഈ പ്രവചനങ്ങളിൽ ഈ വിധത്തിൽ വരാൻ എന്തെങ്കിലും തടസ്സമുണ്ടായതായി കാണുന്നുണ്ടോ? സുപ്രീം കോടതി തന്നെ ബംഗാളിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഈ പ്രശ്നങ്ങളെ കൃത്യതയോടുകൂടി നോക്കി കണ്ടപ്പോൾ സെൻറ്ററും സ്റ്റേറ്റും തമ്മിലുള്ള റിലേഷനെക്കുറിച്ച് സുപ്രീം കോടതി വിലയിരുത്തേണ്ടായല്ലോ. ബംഗാളിലെ കടുത്ത കത്തോടുകൂടി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ക്യാബിനറ്റ് സഹമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളത്. സാധാരണ നിലയിൽ ഞങ്ങൾ ഇനിയും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ടോ എന്ന് ഇന്നലെ മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചു. കാത്തിരിക്കുന്നുണ്ട്. അതിന് 2 കാരണമുണ്ട്. IMCTയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഉന്നതതല ആലോചന നടത്തും എന്ന് വീണ്ടും അദ്ദേഹം കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. 110 ദിവസം പിന്നിടുകയാണ്, 109 ദിവസം. ഇത്ര കാലമായിട്ടും ആലോചന നടത്താറായിട്ടില്ലേ എന്ന ചോദ്യം ബാക്കി നിൽക്കുകയും ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് സുമോമോട്ടോ എടുത്തൊരു കേസിൽ ഒക്ടോബർ 4 കോടതി കാണുമ്പോൾ സ്വാഭാവികമല്ലേ, രാഷ്ട്രീയം പലതരത്തിൽ ചർച്ച ചെയ്യുമല്ലോ തെരഞ്ഞെടുപ്പിൽ, ഇതും ചർച്ച ചെയ്യേണ്ടി വരും. അത് ഒരു തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യാൻ വേണ്ടിയല്ല ഞങ്ങളിപ്പോൾ പറയുന്നത്. ഞങ്ങൾ നേരത്തെ മുതൽ പറഞ്ഞു തുടങ്ങിയതാണ്. ഒരു തെരഞ്ഞെടുപ്പല്ല ഇതിൻ്റെ പ്രശ്നം. ചൂരൽമലയിലെ ദുരന്തം അനുഭവിക്കുന്നവരുടെ മനസ്സാണ് ഇതിൻ്റെ പ്രശ്നം. ഇപ്പോഴും ബന്ധപ്പെട്ടവരെയും ഉറ്റവരെയും കാണാതിരിക്കുന്ന മനുഷ്യൻ്റെ മനസ്സിലൊരു ആദി കോരിയിടുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോൾ ശ്രുതിയെ കണ്ടു, ശ്രുതിയെ നോക്കുന്നവരെ കണ്ടു, നിരവധി ദുരന്തബാധിതരെ കണ്ടു. കോടതിയിൽ പുനരധിവാസത്തിനെടുത്ത സ്ഥലത്തിൽ ഒരു പരാമർശമുണ്ടായി എന്ന് കേൾക്കുമ്പോൾ പോലും അവർക്ക് ഭീതിയാണ്. കാറ്റിനെ പേടിയാണ്, മഴയെ പേടിയാണ്, ശബ്ദം ഉയർന്നു കേട്ടാൽ പേടിയാണ്, ഒരു പടക്കം പൊട്ടിയാൽ പേടിയാണ്, ആളുകൾ ഓടിക്കൂടിയാൽ പേടിയാണ്, ഏതെങ്കിലും വിധത്തിൽ സഹായം കിട്ടില്ലെന്ന് ആരെങ്കിലും പ്രചരിപ്പിച്ചാൽ പേടിയാണ്. ഇനി അവരുടെ മനസ്സിൽ തീ കോരിയിടരുത്. അവരോട് അനുഭാവപൂർണ്ണമായിട്ടുള്ള നിലപാടുണ്ടാകണം. ആ വിധത്തിൽ ഉള്ള പ്രശ്നമാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. ഇതിൽ രാഷ്ട്രീയമേ ഇല്ല. സെൻട്രൽ മിനിസ്റ്റീരിയൽ ടീം, ഇൻ്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം എന്താണ് കേരളത്തിൻ്റെ ദുരന്തത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് പഠിക്കാൻ ഇനി സംവിധാനങ്ങൾ ആവശ്യമാണോ? ഇത് ജനങ്ങളുടെ ഒരു ആശങ്കയുടെ കൂടി പ്രശ്നമാണ്. ഞാൻ 2-3 രാഷ്ട്രീയ നേതാക്കളും ഒരു മന്ത്രിയും നടത്തിയ പ്രസ്താവന കാണാനിടയായി.
ബഹുമാനപ്പെട്ട കേന്ദ്ര സഹമന്ത്രി ഉൾപ്പെടെ നിങ്ങളുടെ STRFൻ്റെ പണത്തിൽ ആവശ്യമായ തുകയുണ്ടല്ലോ, 291.20 കോടി രൂപ കേരളത്തിന് 2024-25 STRF നിധിയിൽ ഉണ്ടാകണം എന്ന് നിശ്ചയിച്ചത് 15ാം ധനകാര്യ കമ്മീഷനാണ്. ആ പണത്തിൻ്റെ കൂട്ടത്തിൽ 96 കോടി രൂപയുടെ സംസ്ഥാനത്തിൻ്റെ വിഹിതം കൂടി കൂട്ടുമ്പോൾ STRF ആയി. STRFിൽ കഴിഞ്ഞ വർഷം ബാക്കിയുള്ള പണം അത് ഈ വർഷത്തേക്ക് നീക്കി വെച്ചിട്ടുണ്ടാകും. അത് ഏത് മാനദണ്ഡങ്ങളിലാണ് പ്രയോഗിക്കാൻ പറ്റുക? ഒരു റോഡ് പൂർണ്ണമായും നശിച്ചു പോയാൽ 1 കിലോമീറ്ററിന് ഉപയോഗിക്കാവുന്ന പണം 75,000 രൂപ. PF പെൻഷൻകാർ പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും നടത്തി. 9,000 രൂപ ചുരുങ്ങിയ പെൻഷൻ അനുവദിക്കുക, പെൻഷനോടൊപ്പം ക്ഷാമബത്ത ഏർപ്പെടുത്തുക, അർഹരായ മുഴുവൻ പെൻഷൻകാർക്കും ഹയർ ഓപ്ഷൻ കാലതാമസം കൂടാതെ വിതരണം ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് പെൻഷൻ ദിനമായ നവംബർ 16 തൃശൂർ സെൻട്രൽ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ PF പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി. CITU സംസ്ഥാന കമ്മിറ്റി അംഗം AS സിയാവുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റും കോർപ്പറേഷൻ കൗൺസിലറുമായ K രാമനാഥൻ അധ്യക്ഷനായി. ഷംസുദ്ദീൻ, M രാധാകൃഷ്ണൻ, സേതു തിരുവങ്കിടം, MG ജയചന്ദ്രൻ, ജോസ് ആറ്റുപുറം, M രാമദാസ്, EK കൃഷ്ണൻ നായർ, MK മോഹനൻ, സേതുമാധവൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ കോർപ്പറേഷൻ ഒല്ലുകര സോണൽ ഓഫീസ് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് ആധുനികവൽക്കരിക്കണമെന്ന് CPIM മണ്ണുത്തി ലോക്കൽ സമ്മേളനം ആവശ്യപ്പെട്ടു. സമ്മേളനം മണ്ണുത്തി അയ്യപ്പ ഇൻ ഹാളിൽ വെച്ച് നടന്നു. CPIM ജില്ലാ കമ്മിറ്റി അംഗം AS കുട്ടി ഉദ്ഘാടനം ചെയ്തു. CJ ജോയ്, KV ജോണി, രേഷ്മ ഹെമേജിത്ത് എന്നിവരടങ്ങിയ പ്രിസീഡിയം സമ്മേളനം നിയന്ത്രിച്ചു. സെക്രട്ടറിയായി ES അനിൽകുമാറിനെയും 15-അംഗ ലോക്കൽ കമ്മിറ്റിയെയും സമ്മേളനം തിരഞ്ഞെടുത്തു. ശനിയാഴ്ച വൈകിട്ട് റെഡ് വളണ്ടിയർ മാർച്ചും പ്രകടനവും പൊതുയോഗവും നടന്നു. മണ്ണുത്തി മഹാത്മാ സ്ക്വയറിൽ വെച്ച് നടന്ന പൊതുയോഗം AS കുട്ടി ഉദ്ഘാടനം ചെയ്തു. ഫ്രാൻസിസ് താടിക്കാരൻ അധ്യക്ഷനായി. VP ശരത് പ്രസാദ്, MS പ്രദീപ് കുമാർ, PS വിനയൻ, ES അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം തികച്ചും ജനാധിപത്യപരമായും അതേപോലെ തന്നെ കൃത്യനിഷ്ഠയോടുകൂടിയും അതിൻ്റെ സമ്മേളനങ്ങളും തെരഞ്ഞെടുപ്പുകളും എല്ലാം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഇന്ത്യയിലെ അപൂർവം പാർട്ടികളിൽ ഒന്നായ CPIM അതിൻ്റെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് സമ്മേളനങ്ങൾ എന്ന നിലയിൽ നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർണ്ണമായും അവസാനിച്ചതിന് ശേഷം ആണ് നമ്മൾ ലോക്കൽ സമ്മേളനത്തിലേക്ക് എത്തിച്ചേരും. ലോക്കൽ സമ്മേളനങ്ങളെ തുടർന്ന് ഏരിയ സമ്മേളനങ്ങളിലേക്കും അവിടെ നിന്ന് ജില്ലാ സമ്മേളനത്തിലേക്കും. പുന്നമ്പറമ്പ് തെക്കുംകരയിലെ വന്യമൃഗശല്യം ഒഴിവാക്കുക, ദേശീയ തലത്തിൽ തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തുക, വിലക്കയറ്റം തടയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കരിമത്ര മേഖലാ സമ്മേളനം നടന്നു. 25ാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചാണ് കൺവെൻഷനുകൾ നടക്കുന്നത്. കരിമത്ര മേഖലാ സമ്മേളനം വിരിപ്പാക്ക മുസ്ലിം പള്ളി ഹാളിൽ സംസ്ഥാന കമ്മിറ്റി അംഗം PM പുഷ്പകുമാരി ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് PS വിജയലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ AR അരവിന്ദാക്ഷൻ, AT വർഗീസ്, സരളാദേവി, ജോളി വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. കൺവെൻഷനിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. നമ്മൾ കറക്റ്റ് 10 മണിയോടുകൂടി തന്നെ ഏകദേശം നല്ല ഒരു സംഖ്യ ഇവിടെ എത്തിച്ചേർന്നു. ചെറിയ യൂണിറ്റ് കൂടിയാണ്, അതിൻ്റെതായിട്ടുള്ള പരിതാപകരമായിട്ട് ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. എന്നാലും അതിനൊക്കെ തരണം ചെയ്തുകൊണ്ട് ഇന്നിവിടെ എത്തിയ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. നമ്മൾ അറിയാം, നമുക്ക് 81-ലാണ് നമ്മുടെ സംഘടന രൂപീകരിക്കുന്നത്. ആ 81-ൽ സംഘടന രൂപീകരിച്ച് പിന്നീട് നമ്മൾ തോന്നപ്പോൾ 83 ആയപ്പോഴേക്ക് അതിന് അംഗീകൃത രജിസ്ട്രേഷൻ കിട്ടി. അവിടെ നിന്ന് വരെ തുടങ്ങിയ പ്രവർത്തനമാണ് നമ്മൾക്ക്. നമുക്കറിയാം, ജാതിക്കോ മതത്തിനോ രാഷ്ട്രീയത്തിനോ ഇടം കൊടുക്കാതെ അവരൊന്നും ഇതിനുള്ളിലേക്ക് കടത്താതെ നമ്മളെല്ലാവരും തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ ഒരു വർഗം എന്ന നിലയ്ക്ക് ഒരുമിച്ച് കൂടിയതിന്റെ ഭാഗമായിട്ടാണ് AKTI രൂപം കൊണ്ടത്. വീട് കുത്തി തുറന്ന മോഷണം, പ്രതികളെ 48 മണിക്കൂറിനുള്ളിൽ പിടികൂടി വടക്കാഞ്ചേരി പോലീസ്.
പ്രായപൂർത്തിയാകാത്തയാൾ ഉൾപ്പെടെ 3 പേരാണ് പിടിയിലായത്. വടക്കാഞ്ചേരി എങ്കക്കാട് HMC കോർണറിൽ 4 മാസത്തോളമായി അടഞ്ഞുകിടന്ന കളത്തിപ്പറമ്പിൽ കുഞ്ഞിന്റെ വീട്ടിൽ നിന്നും 15.5 പവൻ കവർന്ന കേസിലെ പ്രതികളെ 48 മണിക്കൂറിനുള്ളിൽ പിടികൂടി വടക്കാഞ്ചേരി പോലീസ്. വടക്കാഞ്ചേരി CI റിജിനൻ തോമസിന്റെ മേൽനോട്ടത്തിൽ SITC അനുരാജിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതികളെ അതിവിദഗ്ധമായി വലയിലാക്കിയത്. നിരവധി കേസുകളിൽ പ്രതിയായ കിള്ളിക്കുറിശി 24 വയസ്സുള്ള ശിവ, എങ്കക്കാട് ചെറുവായിൽ വീട്ടിൽ 27 വയസ്സുള്ള ഹസൻ, പ്രായപൂർത്തിയാകാത്ത മറ്റൊരാൾ എന്നിവരെയാണ് അന്വേഷണ സംഘം ഓട്ടുപാറയിൽ നിന്നും പിടികൂടിയത്. കഴിഞ്ഞ വ്യാഴാഴ്ച വീടിന്റെ പരിസരം കാട് കയറിയത് വെട്ടിത്തെളിക്കാനെത്തിയ തൊഴിലാളികളാണ് വീട് തുറന്നു കിടക്കുന്ന വിവരം വീട്ടുകാരെ അറിയിക്കുന്നത്. തുടർന്ന് നടന്ന പരിശോധനയിലാണ് മോഷണം നടന്ന വിവരം അറിയുന്നത്. ഇരുനില വീടിന്റെ പിൻവശത്തെ ഡോർ ചവിട്ടി തുറന്നാണ് മോഷ്ടാക്കൾ അകത്ത് കയറിയതെന്നാണ് നിഗമനം. വീട്ടിലെ അലമാരകളെല്ലാം കുത്തി തുറന്ന് വസ്ത്രങ്ങളെല്ലാം മോഷ്ടാക്കൾ വലിച്ചു വാരിയിട്ട നിലയിലായിരുന്നു. ബാത്റൂമിനുള്ളിലെ വാഷ് ബേസിനും ടാപ്പുകളുമെല്ലാം തല്ലി തകർത്തിരുന്നു. താഴത്തെ നിലയിലെ റൂമിൽ സൂക്ഷിച്ചിരുന്ന സ്വർണമാണ് മോഷ്ടാക്കൾ അപഹരിച്ചത്. 2 ടിവിയും വീട്ടിലെ ഇൻവെർട്ടറിന്റെ ബാറ്ററികളും മോഷ്ടാക്കൾ കവർന്നിരുന്നു. ലാബ് ടെക്നീഷ്യൻ, ഡാറ്റ മാനേജർ തസ്തികകളിൽ താൽക്കാലിക നിയമനം. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മൈക്രോബയോളജി വകുപ്പിൽ ICMR പദ്ധതിയുടെ കീഴിലുള്ള AMR വിഭാഗത്തിലേക്ക് ലാബ് ടെക്നീഷ്യൻ, ഡാറ്റ മാനേജർ എന്നീ തസ്തികകളിൽ 1 വർഷത്തേക്ക് നിശ്ചിത വേതനത്തിൽ കരാർ നിയമനം നടത്തുന്നു. MLT ബിരുദവും ബാക്ടീരിയോളജി ലാബിൽ 1 വർഷത്തെ പ്രവൃത്തി പരിചയവും പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനും ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾ വയസ്സ്, യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം നവംബർ 22 രാവിലെ 10-ന് തൃശൂർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിന്റെ കാര്യാലയത്തിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. ഫോൺ നമ്പർ 0487 22003110. ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം. 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ടാ? മൂട്ടിയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ.
ആർമി റിക്രൂട്ട്മെന്റ് റാലി 2025 ഫെബ്രുവരി 1 മുതൽ 7 വരെയുള്ള ദിവസങ്ങളിൽ തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടക്കും. ജില്ലാ സ്പോർട്സ് കൌൺസിൽ ഇൻഡോർ സ്റ്റേഡിയം എന്നിവിടങ്ങളിലും റാലി നടക്കും. റാലി നടത്തുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നത് സംബന്ധിച്ച് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ നേതൃത്വത്തിൽ കളക്ടറുടെ ചേംബറിൽ യോഗം ചേർന്നു. പാലക്കാട്, മലപ്പുറം, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെയും മാഹി, ലക്ഷദ്വീപ് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 3500ഓളം ഉദ്യോഗാർത്ഥികൾ പങ്കെടുക്കുന്നു. സുഗമമായ നടത്തിപ്പിന് സൗകര്യങ്ങൾ ഒരുക്കാൻ കളക്ടർ ബന്ധപ്പെട്ട വകുപ്പിന് നിർദ്ദേശം നൽകി. റാലിയിൽ പങ്കെടുക്കേണ്ട തീയതിയും സമയവും ഉദ്യോഗാർത്ഥികളെ നേരിട്ട് അറിയിക്കും. 2024 ഏപ്രിൽ 22 മുതൽ മെയ് 3 വരെ നടത്തിയ എഴുത്തുപരീക്ഷയിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കാണ് റാലി. 5 വർഷങ്ങൾക്കു ശേഷമാണ് തൃശൂരിൽ റാലി നടത്തുന്നത്. ആർമി റിക്രൂട്ട്മെന്റ് റാലി 2025 ഫെബ്രുവരി 1 ജില്ലാ കളക്ടർ ഫ്ളാഗ് ഓഫ് ചെയ്യും. ARO ഡയറക്ടർ കേണൽ രംഗനാഥ്, ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. പൗരസ്ത്യ കൽതായ സുറിയാനി സഭയുടെ തൃശൂർ കാളത്തോട് പ്രവർത്തിക്കുന്ന മാർ തിമോത്തിയോസ് മെമ്മോറിയൽ ഓർഫനേജിന്റെ 62ാം വാർഷികവും സ്നേഹാദരം പരിപാടിയും ഓർഫനേജ് അങ്കണത്തിൽ സമുചിതമായി ആഘോഷിച്ചു. മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ML റോസി വിശിഷ്ടാതിഥിയായിരുന്നു. ഓർഫനേജ് ഡയറക്ടർ റവറൻ ഫാദർ നിംസൺ വർഗീസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഓർഫനേജിന്റെ മുൻകാല ഡയറക്ടർമാർ, മാനേജിംഗ് കമ്മിറ്റി സെക്രട്ടറിമാർ എന്നിവരെ യോഗത്തിൽ ആദരിച്ചു. സ്ഥാപനത്തിന്റെ സ്വീഡനിൽ നിന്നുള്ള വിദേശ സ്പോൺസർമാർക്ക് പ്രത്യേക ഉപഹാരങ്ങൾ നൽകി. ക്ലർജി സെക്രട്ടറി റവറൻ ഫാദർ KR ഇനാഷു, വികാരി ജനറൽ റവറൻ ഫാദർ ജോസ് ജേക്കബ് വേങ്ങാശ്ശേരി, മുൻ ഡയറക്ടർ റവറൻ ഫാദർ ലാസർ മടത്തുംപടി, ഓർഫനേജ് കമ്മിറ്റി സെക്രട്ടറി രാജൻ ജോസ് മണ്ണുത്തി, ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ജേക്കബ് ബേബി ഒലക്കെങ്കിൽ, സ്റ്റെഫാൻ ഒഹലാൻഡ്, മാരി കോൺറാഡ്, മുളയം ആശ്രമം സെക്രട്ടറി ജോൺ ജെ ഒല്ലുകാരൻ, മുൻ സെക്രട്ടറി ഗ്ലാഡി ഫ്രാൻസിസ്, ഓർഫനേജ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ബിനു ജോഷി എന്നിവർ പ്രസംഗിച്ചു. ഓർഫനേജ് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും തുടർന്ന് സംഗീത സന്ധ്യ ഗാനമേളയും നടന്നു. നേതൃത്വം കൊടുത്ത അപ്രൻ തിരുമേനിയും ആ കുടുംബത്തെയും മാതാവിനെയും ഈ സമയത്ത് നമുക്ക് ഓർക്കാം. അവരുടെ നല്ല പ്രവർത്തനങ്ങൾക്ക് ഈ സമയത്ത് നമുക്ക് അവരെ അഭിനന്ദിക്കാം. എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും അവർക്ക് നേരാം. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന, നല്ല രീതിയിൽ എന്നുമെന്ന് ഉദയം ചെയ്തുകൊണ്ട് അവരെ പരിപാലിപ്പിക്കുന്ന, അവരെ കയ്യിലെടുത്തുകൊണ്ട് മാനോളം പുകഴ്ത്തുവാനുള്ള ഒരു സന്ദർഭം കൂടിയാണ് ഇത്. 62 വർഷം എന്ന് പറയുന്നത് 62 ദിവസമല്ല, 62 മണിക്കൂറല്ല. ഇന്നും പ്രവർത്തിക്കുന്ന, ഇതിന് ഉദയം കൊടുത്ത എല്ലാ സെക്രട്ടറിമാരെയും കേന്ദ്ര സമിതി അംഗങ്ങളെയും. തൃശൂർ ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനം തൃശൂരിൽ നടന്നു. അസോസിയേഷൻ ഓഫീസ് ഹാളിൽ നടന്ന ജില്ലാ സമ്മേളനം മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. പെർമിറ്റ് അനുവദിക്കുന്നതിൽ KSRTCയെ പോലെ സ്വകാര്യ ബസ്സുകളെയും പരിഗണിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. അസോസിയേഷൻ പ്രസിഡന്റ് MS പ്രേംകുമാർ അധ്യക്ഷത വഹിച്ചു. സ്വകാര്യ ബസ് മേഖല അനുഭവിക്കുന്ന വിവിധ വിഷയങ്ങൾ അദ്ദേഹം സമ്മേളനത്തിൽ വിശദീകരിച്ചു. ജനറൽ സെക്രട്ടറി KK സേതുമാധവൻ, ട്രഷറർ PG രാധാകൃഷ്ണൻ, വൈസ് പ്രസിഡന്റുമാരായ KS ഡൊമനിക്, M ബാലകൃഷ്ണൻ നായർ, ജോയിന്റ് സെക്രട്ടറിമാരായ AV നൌഫൽ, BV അനിൽകുമാർ, ജയദീപ് സുഭാഷ് പേപ്പോട്ട്ദാർ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹംസ ഇരിക്കുന്നൻ തുടങ്ങിയ നിരവധി പേർ സംസാരിച്ചു. തുടർന്ന് നടന്ന വിദ്യാഭ്യാസ പുരസ്കാര വിതരണ ഉദ്ഘാടനം തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർവഹിച്ചു. വർദ്ധിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, ഒരു ചുള്ളിക്കമ്പ് നമുക്ക് പെട്ടെന്ന് ഒടിച്ചു കളയാം. പക്ഷെ ഒരുപാട് ചുള്ളിക്കമ്പ് ഒരുമിച്ച് കൂട്ടിക്കെട്ടുമ്പോൾ പെട്ടെന്ന് ഒടിച്ചു കളയാൻ പറ്റില്ല. ബസ് ഓപ്പറേറ്റേഴ്സ് അവരുടെ ജീവൽ പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനിടയിൽ കല്ലുകടികളോ വിഭാഗീയതകളോ ഇല്ലാതെ നിലനിർത്തുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു യോഗം വിളിച്ചാൽ അവിടെ പല സ്വരങ്ങളും ചിലപ്പോൾ കേട്ടുന്ന് വരും, അല്ലേ? അപ്പോൾ തർക്ക വിതർക്കങ്ങൾ ഈ മീറ്റിങ്ങുകളുടെ ഒരു സ്വഭാവമാണ് എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഞാനത് സൂചിപ്പിച്ചത്. സൗഹൃദ പടവരാട് ക്ലബ്ബ് മലബാർ ഐ ഹോസ്പിറ്റൽ തൃശൂരുമായി സഹകരിച്ച് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും IMA ബ്ലഡ് ബാങ്ക് തൃശൂരുമായി സഹകരിച്ച് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പും സംഘടിപ്പിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് ടോണി തോമസ് അധ്യക്ഷത വഹിച്ചു. വിയൂർ ഹൈ സെക്യൂരിറ്റി പ്രിസൺ അസിസ്റ്റന്റ് സൂപ്രണ്ട് സജി M ജേക്കബ് മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ട്രഷറർ ബിബിൻ ബേബി സ്വാഗതം ആശംസിച്ചു. സെക്രട്ടറി ആൻഡോ ജോസ്, ഡെന്നി AL, ബിജു MB, സിൻഡോ CA, ഫ്രിജോ ഫ്രാൻസിസ്, റിനോയ് KL, ജിജോ PJ, ബെന്നി MR, ഷാജൻ CP, ഡെന്നി കണ്ടനാടൻ തുടങ്ങിയ എക്സിക്യൂട്ടീവ് അംഗങ്ങളും ക്ലബ്ബ് മെമ്പർമാരും നേതൃത്വം നൽകി.
വെട്ടുകാട് ഏഴാംകല്ല് അഖില ഭാരത അയ്യപ്പ സേവാ സംഘത്തിന്റെ 7ാമത് ദേശവിളക്ക് ആഘോഷം സംഘടിപ്പിച്ചു. ശനിയാഴ്ച വൈകിട്ട് പുത്തൻകാട് മൂത്താറുകുന്ന് ശ്രീ മൂത്താറ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും താളത്തിന്റെയും ശാസ്താംപാട്ടിന്റെയും അകമ്പടിയോടെയുള്ള എഴുന്നള്ളിപ്പ് രാത്രി 10 മണിയോടെ ഏഴാംകല്ല് സെന്ററിൽ എത്തിച്ചേർന്നു. തുടർന്ന് തൃശൂർ വാദ്യ ഗുരുകുലം മേള കലാകാരന്മാർ അവതരിപ്പിച്ച പഞ്ചാരിമേളവും പുലർച്ചെ 3 മണിക്ക് പാൽകിണ്ടി എഴുന്നള്ളിപ്പ് എന്നീ ചടങ്ങുകളും ഉണ്ടായിരുന്നു. ദേശവിളക്ക് ആഘോഷങ്ങൾക്ക് അയ്യപ്പ സേവാ സംഘം പ്രസിഡന്റ് സിനോജ് നിരപ്പത്ത്, സെക്രട്ടറി എൻ സന്തോഷ്, രാജൻ അവണൂർ, ഹരിക്കുട്ടൻ നായർ എന്നിവർ നേതൃത്വം നൽകി. എല്ലാവർക്കും അന്നദാനവും ഒരുക്കിയിരുന്നു. സാമൂഹ്യനീതി വകുപ്പ് കേരള സംസ്ഥാന ഭിന്നശേഷി കോർപ്പറേഷൻ മുഖേന നടപ്പാക്കുന്ന പ്രൊഫിഷ്യൻസി അവാർഡ് 566 പേർക്കായി 28,30,000 രൂപ അനുവദിച്ചതായി ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. 5,000 രൂപ വീതമുള്ള പ്രൊഫിഷ്യൻസി അവാർഡ് തുകയാണ് വിദ്യാർത്ഥികളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിച്ചത്. 2024 മാർച്ചിൽ നടത്തിയ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും B ഗ്രേഡോ അതിന് മുകളിലോ നേടിയ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കുള്ളതാണ് പ്രൊഫിഷ്യൻസി അവാർഡ്. ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്നവർക്ക് മാർക്ക് നിബന്ധന ബാധകമാക്കിയിട്ടില്ല. SSLC വിഭാഗത്തിൽ 341 പേരും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 225 പേരുമാണ് ഇക്കുറി പ്രൊഫിഷ്യൻസി അവാർഡിന് അർഹത നേടിയത്. എല്ലാ വിഭാഗം ഭിന്നശേഷിക്കാരെയും ചേർത്ത് പിടിക്കുക എന്ന നയത്തിന്റെ ഭാഗമായാണ് കടുത്ത സാമ്പത്തിക പരിമിതികൾക്കുള്ളിലും ക്ഷേമ ആശ്വാസ നടപടികൾ കൈക്കൊണ്ടുവരുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഗുണഭോക്താക്കളുടെ പട്ടികയും വിവരങ്ങളും www.hpwc.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. ഫോൺ നമ്പർ 04712322 065. ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പൊന്നിന്നൂലിൽ ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാളും നീ എൻ സ്വന്തം
SRK Gold and Diamonds, Kalathod, Thrissur, making every celebration sparkle. വാർത്തകളിലേക്ക്. കരാത്തെ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടിയ അർപ്പിത് കെ സുനിലിന് CPI താണിക്കുടം ബ്രാഞ്ചിനു വേണ്ടി AYF ജില്ലാ സെക്രട്ടറി പ്രസാദ് പാറേരി ഉപഹാരം നൽകി ആദരിച്ചു. ചടങ്ങിൽ CPI ബ്രാഞ്ച് സെക്രട്ടറി KC കൃഷ്ണൻ, വാർഡ് മെമ്പർ മിഥുൻ ദിയത്തുപറമ്പിൽ, രമേശ്, സുജിത്ത് എന്നിവർ പങ്കെടുത്തു. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പോൾ വാൾട്ടിൽ ഗോൾഡ് മെഡൽ നേടിയ അമൽ ചിത്രയെ CPI താണിക്കുടം ബ്രാഞ്ചിനു വേണ്ടി AYF ജില്ലാ സെക്രട്ടറി പ്രസാദ് പാറേരി ഉപഹാരം നൽകി ആദരിച്ചു. ചടങ്ങിൽ CPI ബ്രാഞ്ച് സെക്രട്ടറി KC കൃഷ്ണൻ, വാർഡ് മെമ്പർ മിഥുൻ ദിയത്തുപറമ്പിൽ, രമേശ്, സുജിത്ത് എന്നിവർ പങ്കെടുത്തു. അണ്ടർ-17 സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയ ഗലീൽ ഹിൽസനെ ആദരിച്ചു. 800 മീറ്റർ, 1500 മീറ്റർ, 3000 മീറ്റർ എന്നിവയിൽ ഗോൾഡ് മെഡലും നാഷണൽ 3000 മീറ്ററിൽ 4ാം സ്ഥാനവും ലഭിച്ചതിനാണ് BJP മധ്യമേഖല വൈസ് പ്രസിഡന്റ് ബിജോയ് തോമസ് അനുമോദിച്ചത്. ഒല്ലൂക്കര ഏരിയ പ്രസിഡന്റ് അനിൽകുമാർ, മണ്ഡലം വൈസ് പ്രസിഡന്റ് രാജീവ് പുളിങ്കുഴി, ശ്രീനിവാസൻ, ഗിരിജ, ഉമ്മർ, ജനാർദ്ദനൻ, തിലകൻ, അനൂപ് എന്നിവർ അനുമോദന ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വയനാടിന് നൽകേണ്ട ദുരിതാശ്വാസ സഹായം എത്രയും വേഗം നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ആവശ്യപ്പെട്ടു. പ്രൊവിഡന്റ് ഫണ്ട് പെൻഷൻകാർ പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും നടത്തി. തൃശൂർ കോർപ്പറേഷൻ ഒല്ലൂക്കര സോണൽ ഓഫീസിന് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് CPI മണ്ണുത്തി ലോക്കൽ സമ്മേളനം ആവശ്യപ്പെട്ടു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കരുമത്ര മേഖലാ സമ്മേളനം വിരുപ്പാക്കയിൽ PM പുഷ്പകുമാരി ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Lali's Hypermarket, Lali's Mall, Pattikat Center, Thrissur.